ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ടെക്സ് ആൻഡ് ടിപ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇപ്പൊ ക്രിസ്മസ് ഒക്കെ ആയില്ലേ? എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പേരിൽ ക്രിസ്മസ് ആശംസകൾ നേരുന്നു. ക്രിസ്മസിന് വേണ്ടിയിട്ട് ഒരു അടിപൊളി പുൽക്കൂട് നമുക്ക് നിർമ്മിച്ചാലോ? ഇതിനു വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് തടി കഷ്ണങ്ങൾ ആവശ്യാനുസരണം എടുത്തിട്ടുണ്ട്. പിന്നെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂ ഗണ്ണും എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം ഒരു പുൽക്കൂട് ഷേപ്പാക്കിയിട്ട് മാറ്റേണ്ടതുണ്ട്. അപ്പം ഞാനിപ്പം ഈ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങളും ചെയ്യുക. അപ്പം അടിപൊളി നല്ല സൂപ്പറായിട്ടുള്ള പുൽക്കൂടാണ്. അപ്പം നീളവും വീതിയും ഒക്കെ നിങ്ങളുടെ പുൽക്കൂടിൻ്റെ അനുസരണം നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. അപ്പം നിങ്ങളിത് നോക്കുക. ഞാനിപ്പം ഇതേപോലെ ഒരു വീടിൻ്റെ ഷേപ്പിൽ, ഹൗസിൻ്റെ ഷേപ്പിലാണ് ഞാനിപ്പോൾ ആക്കിയിട്ടുള്ളത്. അപ്പോൾ ലാസ്റ്റ് എന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു മാതൃക നിർമ്മിച്ചിട്ട് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഒട്ടിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇതേ ഗ്ലൂ ഗണ്ണ് തന്നെ വേണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫെവിക്കോള്, വലിയ മരം ഒട്ടുന്നൊക്കെ ഫെവിക്കോൾ ഉണ്ട്, അത് ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനത്തെ പിന്നെ ഫെവിക്കിക്ക് ഇതൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. മരം ഒട്ടുന്ന പക്ഷേ കടയിൽ ചോദിച്ചാൽ കിട്ടും, അതൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഗ്ലൂ ഗൺ ആകുമ്പോൾ കുറച്ചും കൂടി നല്ല വൃത്തി ഒട്ടും. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ഒട്ടിക്കുകയാണ്. ഇങ്ങനെ രണ്ട് സൈഡും നമ്മൾ ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഒട്ടിക്കുകയാണ്. നല്ല അടിപൊളി പുൽക്കൂടാണ്. നിങ്ങൾക്ക് ഒരു വർഷം ആക്കി വെച്ചാൽ പിന്നെ എല്ലാ വർഷവും നിങ്ങൾക്ക് ഇത് തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഇത് നല്ല വൃത്തി ഒട്ടിക്കുക. ഒട്ടിച്ചാട് നിങ്ങൾ ഉണക്കാൻ വെക്കുക. എന്നിട്ട് നമ്മൾ അടുത്ത പീസ് ഈ രണ്ട് മുൻഭാഗമാണ്. അപ്പം അത് നമ്മൾ ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഒട്ടിക്കുക. കുറച്ച് ഗ്ലൂ ചെയ്തതിന് ശേഷം അത് രണ്ടും കൂട്ടിമുട്ടിച്ച് ഒന്ന് തട്ടി ഉറപ്പിക്കുക. അപ്പം നന്നായിട്ട് ഒട്ടുന്നതായിരിക്കും. അപ്പം ഇത് നമുക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പം അത് ഒട്ടിച്ചും ഇനി ഇത് ഫുള്ളായിട്ട് നമുക്ക് കൂട്ടി ഒട്ടിക്കാം. നേരത്തെ നമ്മൾ എടുത്ത പീസും ഈ ഒരു പീസും തമ്മിൽ നമുക്ക് ഒട്ടിക്കാം. രണ്ട് പീസും നമ്മൾ ഗ്ലൂ തേച്ച് കൊടുക്കുകയാണ്. ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് രണ്ടും അതിലേക്ക് ഒട്ടിക്കാം. അപ്പം വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, അതുപോലെ ഇങ്ങനെ ചെയ്യാം. അപ്പം നമ്മൾ ഗ്ലൂ കൊണ്ടെടുത്തു, കുറച്ച് ഗ്ലൂ അതിലും അപ്ലൈ ചെയ്തു, രണ്ട് വശത്തും അപ്ലൈ ചെയ്യണം. എന്നിട്ട് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ തൊട്ട് ബാക്ക് വശം ഒരു ഫ്രെയിം ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു മൂന്ന് മരത്തടികൾ, ചെറിയ കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഗ്ലൂ തേച്ച് കൊടുത്തതിന് ശേഷം നേരത്തെ ഒട്ടിച്ചതിൻ്റെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അത് ഒട്ടിക്കാം. അപ്പോൾ ചെറിയ ഇങ്ങനത്തെ കഷ്ണങ്ങളൊക്കെ ആകുമ്പോൾ വേഗം ഒട്ടുന്നതായിരിക്കും. അതിനുശേഷം ചിത്രത്തിൽ വീഡിയോയിൽ കാണുന്ന കണക്കെ ഇത് കണക്കെ ഒരു സൈഡിൽ ഗ്യാപ്പ് ഇട്ടിട്ട് അവിടെ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഒട്ടിച്ച് കൊടുക്കുക. അപ്പം അതിനൊരു താങ്ങായിട്ട് നിൽക്കുന്നതായിരിക്കും. പിന്നെ നല്ല ഭംഗിയുമായിരിക്കും. നമ്മുടെ അടിവശവും നമുക്കിങ്ങനെ ചെയ്യാം. അപ്പോൾ അടിവശത്ത് മൂന്ന് സൈഡിലും നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ ഒന്നിൽ ചെയ്തു, അത് നല്ല വൃത്തിക്കായിട്ട് ഒന്നാമത്തേൽ നല്ലതോണം ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ ഇത് വേഗത്തിലൊന്നും ഇളകിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വേഗത്തിൽ ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൂന്ന് സൈഡിലും ഗ്ലൂ അപ്ലൈ ചെയ്യുന്നത്. അപ്പം ഞാനിപ്പോൾ മൂന്ന് സൈഡിലും ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ വീഡിയോ ഇപ്പം തന്നെ ലൈക്ക് ചെയ്തോളൂ എല്ലാവരും. നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്തോളൂ. അപ്പോൾ നമ്മൾ മൂന്ന് സൈഡിലും നല്ലതുപോലെ ഒട്ടിക്കുകയാണ്. പറഞ്ഞു വരാത്ത രീതിയിൽ നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞു. ഈ തടിക്കഷ്ണങ്ങളൊക്കെ നമുക്ക് കാർപ്പൻ്റർ ഷോപ്പിൽ പോയാൽ അവരോട് ചോദിച്ചാൽ മതി, അവർ തരുന്നതായിരിക്കും. അങ്ങനെയാണ് ഞാൻ വാങ്ങിയത്. നല്ലതുപോലെ നമ്മൾ ഒട്ടിച്ചെടുക്കാം.
ഫസ്റ്റ് തേച്ചതിന് ശേഷം പിന്നെയും നമുക്ക് തേച്ചിട്ട് കുറച്ചും കൂടി ഷാർപ്പാക്കി എടുക്കാവുന്നതാണ്. കാരണം നല്ല ഉറപ്പ് വേണം, നല്ല ഹാർഡ് തിക്നെസ്സൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നല്ലോണം ഗ്ലൂ അപ്ലൈ ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ നിർത്തി വെച്ച് നോക്കാം, ഇത് ഇളകി പോകുന്നുണ്ടോ ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ആദ്യം ഗ്ലൂ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്തതിന് ശേഷം ഇങ്ങനത്തെ 2 പീസ് നമുക്ക് ആവശ്യമാണ് കേട്ടോ. അപ്പം ഇത് ഫസ്റ്റ് പീസ് നമ്മൾ ആക്കി വെച്ചു. ഇതേ കണക്കത്തെ 2 പീസ് ഇതേ ഈ വീഡിയോയിൽ കണ്ട പോലെ നിങ്ങൾ ആക്കി വെക്കാം. 2 പീസ് നിങ്ങൾക്ക് ആവശ്യമാണ്. ഞാൻ ഇപ്പോൾ 2ഉം ആക്കി വെച്ചിട്ടുണ്ട്, ഒരേ അളവിൽ നമ്മൾ ആക്കി വെച്ചു. അപ്പം ഇങ്ങനത്തെ 2 പീസും ആക്കിയതിന് ശേഷം നമ്മൾ ബാക്കി പരിപാടി നോക്കാം. അപ്പം 2 പീസ് നമ്മൾ ആക്കി വെച്ചു. നമുക്കത് കുറച്ച് ഫോട്ടോസിലൊക്കെ എടുക്കാം ഗൈസ്. ഒന്നിതാ 2 പീസ് നമ്മളിത് ആക്കി വെച്ചു. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് നോക്കാം. അടുത്തതെന്ന് വെച്ചാൽ ഒരു കാർഡ്ബോർഡ് ഷീറ്റ് നമ്മൾ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു കാർഡ്ബോർഡ് ഷീറ്റിൻ്റെ മുകളിൽ നമ്മൾ ഫസ്റ്റ് ആക്കി വെച്ച ഒന്ന് അതിലേക്ക് എടുത്തു വെക്കാം. അതിലേക്ക് എടുത്ത് വെച്ചതിന് ശേഷം ഒരു സ്കെച്ച് പെന്ന് അല്ലെങ്കിൽ മാർക്കറും എടുക്കാം. എന്നിട്ട് ആ കാർഡ്ബോർഡ് പീസിലേക്ക് നമ്മൾ ആക്കി വെച്ച ആ മരത്തടിയുടെ അതേ ആകൃതിയിൽ ഒന്ന് അതിലേക്ക് സ്കെച്ച് ചെയ്തെടുക്കാം. ഒരു മാതൃകയാണ്, നമുക്ക് മുറിച്ചെടുക്കേണ്ടതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് മുറിച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ മാർക്ക് ചെയ്തു. നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കത്രിക ഉപയോഗിച്ച് ഇതൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ മുറിച്ചെടുക്കുകയാണ്. ഇപ്പോൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു ജനലാക്കണം. നമ്മുടെ പുൽക്കൂടിന് ഒരു ജനൽ ആക്കേണ്ടതുണ്ട്. അപ്പം നമ്മൾ സ്കെയിൽ എടുത്തിട്ട് ആ ഒരു മരത്തിൻ്റെ ആ ഒരു ഷേപ്പിൻ്റെ ആ ഒരു വീട് നമ്മൾ ആക്കി വെച്ചാൽ അത് ആ കാർഡ്ബോർഡ് പീസിൻ്റെ മുമ്പിലേക്ക് എടുത്തു വെച്ചതിന് ശേഷം ഒരു സ്കെച്ച് പെൻ ഉപയോഗിച്ച് ഒന്ന് മാർക്ക് ചെയ്യുക. ഒരു ജനലിൻ്റെ അളവിൽ നമ്മൾ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഒന്ന് വരച്ചു കൊടുക്കാം. ഒരു സ്ക്വയർ രൂപത്തിലായിരിക്കണം എന്ന് മാത്രം, ഒരു ജനാലയുടെ ഷേപ്പിലായിട്ട് നമ്മൾ മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്തിട്ട് ഇതൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ഷേപ്പിലായിരിക്കും കിട്ടുക. എന്നിട്ട് നമ്മളിവിടെ വീഡിയോയിൽ കാണിച്ചിട്ടില്ല, ഇങ്ങനത്തെ കുറച്ച് ഈർക്കിൽ കഷ്ണങ്ങൾ എടുത്തിട്ട്, ഈ തെങ്ങോലേൻ്റെ ഈർക്കിൽ കഷ്ണങ്ങളാണ് ഇതെടുത്തിട്ട് ഇങ്ങനെ 2 ഗ്ലൂ ഒന്നും അപ്ലൈ ചെയ്യാണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ കുത്തിയാൽ, ഇങ്ങനെ ഒന്ന് കുറച്ച് ബലം പ്രയോഗിച്ച് കുത്തിയാൽ തന്നെ ഇവിടെ നിൽക്കുന്നതായിരിക്കും. അപ്പം നല്ല വൃത്തിക്കായിട്ട് ആ ജനാലേൻ്റെ കമ്പി പോലെ ഇതേ കണക്കെ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ ക്രമീകരിക്കാം. എന്നിട്ട് അവിടെ ഒട്ടിച്ച് കൊടുക്കേണ്ടതുണ്ട്. ഈ ഒരു പീസ് നമ്മളിവിടെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു നമ്മളാക്കി വെച്ച ആ ഹൗസിൻ്റെ ആ ഷേപ്പ് അതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നന്നായി കൈയും കൊണ്ട് കുറച്ചും കൂടി അമർത്തിയാൽ നല്ല വൃത്തി അത് ഒട്ടുന്നതായിരിക്കും. ബാക്കി വരുന്ന ഭാഗത്ത് നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്യാം. എല്ലാ ഭാഗത്തും ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് അടുത്ത പരിപാടി നോക്കാം. അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ കാണാൻ സാധിക്കും വീഡിയോയിൽ ഒരു ഷീറ്റ്, പിങ്ക് കളറുള്ള ഒരു ഷീറ്റ് എടുത്തിട്ട് കുറച്ചും കൂടി പുൽക്കൂടിന് ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പിങ്ക് കളറിലുള്ള ഷീറ്റ് നമ്മളിങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തു. അപ്പോൾ ബാക്കി വന്ന പീസ്, ബാക്കി ഒരു ഭാഗം അവിടെ കാണുന്നുണ്ട് കാർഡ്ബോർഡിൻ്റെ, അതുകൊണ്ട് നമ്മൾ അതിലും കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അവിടെ ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ ഇപ്പോൾ തന്നെ ഒരു നല്ല ഭംഗിയായി. ഇനി അപ്പുറത്തെ സൈഡിലും നമ്മൾ ഇതേ ഒരു അളവിലും ഷീറ്റ് മുറിക്കാം. എന്നിട്ട് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ പിങ്കാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടപ്പെട്ട കളറൊക്കെ ചൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇപ്പോൾ പിങ്കാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്, അതുകൊണ്ട് ഞാൻ പിങ്ക് എടുത്ത് ഒട്ടിച്ചു. ഇനി അതേ കണക്കെ മുകൾ ഭാഗത്തും നമുക്ക് ഒട്ടിക്കാവുന്നതാണ്. ഫസ്റ്റ് നമ്മൾ ഇതിലും ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം അതിലേക്ക് ഒന്ന് മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. നമുക്കിത് കണക്കെ ഒട്ടിച്ചെടുക്കാം. ഇനി ആ മുകളിൽ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചെടുക്കാം. അപ്പം ഇത് 3 നമുക്ക് അടിപൊളിയായിട്ട് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു
അടിപൊളി സീനറി നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് കമ്പുകൾ എടുക്കാം. 1 2 3 4 5 കമ്പുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു നല്ല ഹൈറ്റ് ഉയരത്തിൽ നമ്മൾ ഇങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ പീസ് എടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യാം. എന്നിട്ട് അവിടെ ഒട്ടിച്ചു കൊടുക്കാം. അത് കണക്കെ നല്ല ബലത്തിൽ ഒട്ടിക്കാം. അവിടെ നിൽക്കുന്ന രീതിയിൽ വേണം ഒട്ടിക്കാൻ. അപ്പോൾ ഒട്ടിച്ചതിന് ശേഷം മാത്രം നമ്മൾ അടുത്ത പീസിലേക്ക് പോവാം. കുറച്ച് സമയം എടുക്കും ഒട്ടാൻ. അതിനുശേഷം നമ്മൾ അടുത്ത പീസും അത് കണക്കി എടുക്കാം. അപ്പോൾ എല്ലാ പീസും ഒട്ടിക്കുമ്പോൾ കുറച്ച് ലെങ്ത് കൂടുന്നതിനാൽ നമ്മൾ കുറച്ച് മുമ്പോട്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ലാസ്റ്റത്തെ പീസും ഇവിടെ ഒട്ടിച്ചെടുക്കാൻ പോവുകയാണ്. ലാസ്റ്റത്തെ പീസും ഇത് കണക്ക് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം അവിടെ ഒന്ന് മെല്ലെ പ്രസ് ചെയ്ത് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇത് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ അതിന് മുകളിൽ നേരത്തെ എടുത്ത് വെച്ച അതൊന്ന് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചെടുക്കാം. അപ്പം വീഡിയോയിൽ കാണുന്ന പോലെ ഇതേ രൂപത്തിൽ ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പം ഇതേ രൂപത്തിൽ നമുക്കൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചെടുക്കാം. അപ്പം എല്ലാ വർഷത്തും നമ്മൾ ഇത് കണക്കെ നല്ല വൃത്തിക്കായിട്ട് ഒട്ടിച്ചെടുക്കാം. അപ്പം നമ്മൾ അടിപൊളിയായിട്ട് ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് വെക്കാം. എന്താ രസം! ഒരു അടിപൊളി വീടിൻ്റെ ഷേപ്പായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ അടിവശത്ത് നമുക്ക് ഒരു കാർഡ്ബോർഡ് പീസ് ഒട്ടിക്കാനുള്ളതാണ്. അപ്പം നമുക്കൊന്ന് മറച്ചു വെക്കാം. എന്നിട്ട് ഒരു കാർഡ്ബോർഡ് പീസ് എടുക്കാം. എന്നിട്ട് ആ ഒരു അളവ്, ആ ബേക്ക് വശത്തിൻ്റെ ആ ഒരു അളവ് നമ്മൾ എടുത്തതിന് ശേഷം ആ കാർഡ്ബോർഡ് പീസ് അതിലേക്കൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ഗ്ലൂ അപ്ലൈ ചെയ്യാം. എന്നിട്ട് നല്ല അടിപൊളിയായിട്ട് ഒട്ടിച്ചെടുക്കാം. ഇതൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ചും കൂടി ഭംഗി കിട്ടാനായിട്ട് അത് മറച്ചിടുക. എന്നിട്ട് ഇങ്ങനത്തെ ഒരു കാർഡ്ബോർഡ് പീസ് നീളത്തിൽ മുറിക്കുക. എന്നിട്ട് ഗ്ലൂ ഉപയോഗിച്ച് 2 വശത്തുമായിട്ട് ഗ്ലൂ അതിൽ തേച്ച് കൊടുത്തതിന് ശേഷം ഇത് രണ്ടും അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ഗ്ലൂ 2 വശത്തും നമ്മൾ അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഈ 2 നീളത്തിലില്ലേ ഇതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അത് കണക്കെ രണ്ടാമത്തെ സൈഡിലും നമ്മളിങ്ങനെ ചെയ്യുക. അപ്പം ഇങ്ങനെ നമ്മൾ ചെയ്യുക. അപ്പം അടുത്ത വർഷം നമ്മൾ ഇത് കണക്കെ ഒരു കാർഡ്ബോർഡ് പീസ് എടുക്കാം. നീളത്തിൽ മുറിച്ചതിന് ശേഷം അതിൻ്റെ 2 വശത്തും ഗ്ലൂ അപ്ലൈ ചെയ്യാം. എന്നിട്ട് സാവധാനം അതിലേക്ക് ഒട്ടിച്ച് ചേർക്കുക. പുൽക്കൂടിന് ഒരു ഷേപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. കൂടാതെ ഒരു ഭംഗിയും കിട്ടും, ഒരു വേലി, പുൽക്കൂടിന് ഒരു വേലി ആവുകയും ചെയ്യും. എന്നിട്ട് ബാക്കി വന്ന ഭാഗം ഒന്ന് മുറിച്ച് മാറ്റാം. മുമ്പിൽ നമുക്ക് ഇതേ ഒരു പോർഷൻ ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു കാർഡ്ബോർഡ് പീസ് മുറിക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഗ്ലൂ അപ്ലൈ ചെയ്യുക, ഒട്ടിക്കുക, ഗ്ലൂ അപ്ലൈ ചെയ്യുക, ഒട്ടിക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി ഒരു ചെറിയ ഒരു പീസ് എടുക്കാം. ഇങ്ങനെ ഒരു മട്ടം, ഒരു 90 ഡിഗ്രി മട്ട കോൺ പോലെ ഒന്ന് മുറിച്ചെടുക്കാം. എന്നിട്ട് അവിടെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അവിടെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അവിടെ കുറച്ച് സമയം ഒട്ടാനെടുക്കും, കാരണം ഒരു അങ്ങനത്തെ പീസ് ആയതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ സാവധാനം ഒട്ടിച്ചേർക്കാം. ഇനിയെന്ന് വെച്ചാൽ കുറച്ച് ഐസ്ക്രീം സ്റ്റിക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. അത് ഓരോന്നായിട്ടും ആ വേലിക്ക് തൂണായിട്ട് നമ്മൾ ഒട്ടിച്ചേർക്കാൻ പോവുകയാണ്. എന്നിട്ട് ഓരോന്നായിട്ട് നമുക്ക് സാവധാനം ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ഒട്ടിച്ചേർക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ വീഡിയോൻ്റെ താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കാം. അപ്പം നമ്മൾ ഈ എല്ലാ സൈഡിലും ഇത് കണക്കെ ഐസ്ക്രീം സ്റ്റിക്കും ഒട്ടിച്ചേർക്കേണ്ടതുണ്ട്. അപ്പം ഞാനിപ്പം ഒട്ടിച്ച് ചേർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് ചേർത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നല്ല ഭംഗി കിട്ടും. അപ്പം എല്ലാം നമുക്കിങ്ങനെ ഒട്ടിച്ചേർക്കാം.
അപ്പം നമ്മൾ അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും മുമ്പ് വശത്തും ഒക്കെ ഐസ്ക്രീം സ്റ്റിക്ക് ഉപയോഗിച്ച് ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതോടുകൂടി ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ പണി കഴിഞ്ഞു. ഇനി നമുക്ക് ഐസ്ക്രീം സ്റ്റിക്കിന് കുറച്ച് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട്, ഐസ്ക്രീം സ്റ്റിക്കിന് ഭംഗി കൂട്ടാനും പിന്നെ പുൽക്കൂടിന് കുറച്ച് ആകർഷകത്വം കിട്ടാനും വേണ്ടിയിട്ട് ഒരു റെഡ് കളറ് വാട്ടർ കളർ അതിലേക്ക് പിന്നെ പെയിൻ്റ് അടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഒരു ബ്രഷ് ഉപയോഗിച്ച് വാട്ടർ കളർ അതിലേക്ക് കുറച്ച് ഇങ്ങനെ അടിച്ചു കൊടുക്കുകയാണ്. അപ്പം തന്നെ നമ്മൾ അതിലേക്ക് കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു ഭംഗി അതിന് കിട്ടുന്നുണ്ട്. എനിക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പം എല്ലാ വശത്തും നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് പെയിൻ്റ് അടിച്ച് കൊടുക്കാം. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല അടിപൊളി, നല്ല എന്താ രസം. ആ പെയിൻ്റ് അടിച്ചതോട് കൂടി ആ പുൽക്കൂടൊരു നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പം ഇത് ഞാൻ കുറച്ച് സൂം ചെയ്തൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കാർഡ്ബോർഡ് ഷീറ്റ് എടുക്കാം. എന്ന് വെച്ചാൽ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ നമുക്ക് മേൽക്കൂര ആക്കാനുള്ളതാണ്. അപ്പോൾ ആ മേൽക്കൂര ആക്കാനുള്ള ഒരു ട്രയാങ്കിൾ ഷീറ്റ് നമ്മൾ ഇങ്ങനെ എടുക്കാം. എന്നിട്ട് ഒന്നതിൽ വെച്ച് നോക്കാം ശരിയാണോ എന്ന്. ഇതൊക്കെ വെച്ച് നോക്കിയതിന് ശേഷം നമ്മൾ ആ ഒരു മേൽക്കൂരൊക്കെ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യാം. നല്ല അതൊന്ന് ആ ഷീറ്റ് ഒന്ന് മാറ്റിയതിന് ശേഷം അതിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്യാം. അപ്പം നാല് വശത്തും നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ആ ഒരു കാർഡ്ബോർഡ് ഷീറ്റ്, ആ ത്രികോണം രൂപത്തിൽ നമ്മളെടുത്ത ആ കാർഡ്ബോർഡ് ഷീറ്റ് അതിലേക്ക് സാവധാനം ഒന്ന് ഒട്ടിച്ച് ചേർക്കാം. ഇതിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് ഒരു ഫസ്റ്റ് മേൽക്കൂര നമുക്ക് റെഡിയായി. ഇനി അടുത്തൊരു സെക്കൻഡ് മേൽക്കൂരയും കൂടി ഉണ്ട്. അത് നമ്മൾ ഇതേ കണക്ക് ഒട്ടിച്ചേർക്കാം. അപ്പോൾ അതിന് രണ്ട് വശത്തുമായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുക. അതിനുശേഷം നമ്മൾ അതിലേക്ക് ആ ഒരു കാർഡ്ബോർഡ് ഷീറ്റ് മുറിച്ചതിന് ശേഷം അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും റെഡിയായി. അപ്പോൾ നമ്മൾ ഇതൊക്കെ റെഡിയായതിന് ശേഷം മേൽക്കൂരൊക്കെ ഒരു കാലിത്തൊഴുത്തോ ഒരു പുൽക്കൂടൊക്കെ ആകുമ്പോൾ നമ്മൾ അതിൽ പുല്ല് വേണം. എന്തായാലും പുൽക്കൂടിന് പുല്ല് വേണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് കച്ചിപ്പുല്ല്, ഡ്രൈ ഗ്രാസ് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ അതിലേക്ക് കുറച്ച് മേൽക്കൂരൊക്കെ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ ഇവിടെ കച്ചിപ്പുല്ല് എന്നൊക്കെ പറയുന്ന പുല്ലാണ്. അപ്പോൾ ആ പുല്ലൊന്ന് അതിലേക്ക് ഒന്ന് വയ്ക്കാം. ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് മുറിച്ച് ലെവലാക്കാം. നമുക്ക് കത്രിക ഉപയോഗിച്ച് ഈ ഒരു പീസും ഈ ഒരു പുല്ലിൻ്റെ ഈ ഒരു ഗ്രാസ് നമുക്കൊന്ന് മുറിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇത് മേൽക്കൂരയൊക്കെ ഫുള്ളാക്കിയിട്ട് വെച്ചതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ കത്രിക ഉപയോഗിച്ച് സാവധാനം നമുക്ക് ഇതേ കണക്കെ വീഡിയോയിൽ കാണുന്ന കണക്കെ മുറിച്ചെടുക്കാവുന്നതാണ്. മുറിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഫുള്ള് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. നല്ല അടിപൊളിയാണ് കാണാൻ തന്നെ. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന കണക്കെ ഇങ്ങനെ മുറിച്ചെടുക്കാം, പയ്യൊന്ന് ലെവലാക്കാം, ഇതൊക്കെ ചെയ്യാം. ഇതിന് ശേഷം നമ്മളിങ്ങനെ വെറുതെ ഗ്ലൂ അപ്ലൈ ചെയ്താൽ പുല്ലൊന്നും ഒട്ടില്ല. അത് അതിൻ്റെ വഴിക്ക് വെക്കും. നമ്മൾ ഇതെടുത്തിട്ട് ഒരു സ്ഥലത്ത് വെക്കുമ്പോൾ പുല്ലൊക്കെ നിലത്ത് വീഴും. അതുകൊണ്ട് കുറച്ച് ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്, കുറച്ച് കൂടി ബലം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ത്രെഡ് നൂല് എടുത്തിട്ടുണ്ട്. ആ നൂലെടുത്തിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കാം. ഒരു വൈറ്റ് നൂല് നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ സാവധാനം അതിലേക്ക് വലിച്ച് കെട്ടാം. അപ്പം നമുക്ക് ഇഷ്ടമില്ല, നമുക്ക് എത്രത്തോളം ബലം വേണം അത്രത്തോളം നമ്മൾ ആ നൂല് കെട്ടാവുന്നതാണ്. അപ്പം ഞാനിപ്പം നൂല് ആവശ്യാനുസരണം കെട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു മേൽക്കൂര കഴിഞ്ഞു, പുല്ലുകൊണ്ട് മേഞ്ഞു. ഇനി നമുക്ക് അടുത്ത മേൽക്കൂരയും പുല്ലുകൊണ്ട് മേയണം. അതുകൊണ്ട് നമ്മൾ അടുത്ത മേൽക്കൂരയിൽ ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തു. അതിനുശേഷം നമ്മൾ പുല്ല് അതിലേക്ക് സാവധാനം വയ്ക്കേണ്ടതുണ്ട്. ഫസ്റ്റ് ഗ്ലൂ അപ്ലൈ ചെയ്തു. ഇതിന് ശേഷം നമ്മൾ കുറച്ച് പുല്ല് അതിന് മുകളിൽ സാവധാനം വിതറുക. എന്നിട്ട് ആവശ്യാനുസരണം നമുക്ക് കത്രിക ഉപയോഗിച്ച് മുറിച്ച് മാറ്റാവുന്നതാണ്. മേൽക്കൂരേൻ്റെ രണ്ട് ഭാഗവും നമ്മൾ പുല്ലുകൊണ്ട് മേഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് കുറച്ചും കൂടി ഉറപ്പ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നൂലെടുത്തിട്ട് അതിലേക്ക് ഒന്ന് ഒട്ടിക്കുന്നുണ്ട്.
അപ്പോൾ അവിടെ ഒന്ന് വലിച്ചു കെട്ടിയാൽ മതി, ഒട്ടിക്കുകയല്ല, ഒന്ന് വലിച്ചു കെട്ടിയാൽ മതി. എന്നാൽ നല്ലൊരു ഉറപ്പ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും. അപ്പം എല്ലാ പണിയും കഴിഞ്ഞിട്ടില്ല, നമ്മുടെ പുൽക്കൂടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുണ്ട്, വിഷ്വൽസിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നല്ല ഒരു അടിപൊളി നല്ല ലുക്കനായിട്ടുണ്ട് നമ്മളെ പുൽക്കൂട്, കാണാൻ തന്നെ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും വീട്ടിൽ ഉണ്ടാക്കി വെക്കുക. അപ്പോൾ ഇനിയും നമുക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ട്, അപ്പോൾ കാണിച്ചു തരാം. നിങ്ങൾക്കിപ്പോൾ പുൽക്കൂട് ഒരു ഭംഗിയാക്കിയിട്ട് കാണിച്ചു തരികയാണ്. ഇനി പുൽക്കൂടിൻ്റെ ഉള്ളിലും കൂടി നമ്മൾ കുറച്ച് പുല്ല് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്, അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം അതിലേക്ക് കുറച്ച് സാവധാനം നമ്മൾ പുൽക്കൂടിൻ്റെ കുറച്ച് പുല്ലുകളൊക്കെ അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അത്